ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഫ്രൈഡ് റൈസാണ് വയ്ക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, ഈസിയുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അവർ വിചാരിക്കും ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണെന്ന്. അതിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ചോറ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ആ ചോറ് നന്നായിട്ട് തണുത്തിരിക്കും. തണുത്ത ചോറാണ് ഇതിന് നല്ലത്. അപ്പം നമ്മൾ ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ബാസ്മതി അരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു 2 കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കുക. അതിനുവേണ്ടി 1.5 ഗ്ലാസ് ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ബാസ്മതി അരിയാണ് എപ്പോഴും ഫ്രൈഡ് റൈസിന് നല്ലത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള ബാസ്മതി അരി 1.5 ഗ്ലാസ് നമ്മൾ ഇട്ട് കൊടുക്കുക കഴുകിയിട്ട്. ഇതാണെങ്കിൽ 1.5 ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു 2 പേർക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അളവാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയും ഇതിനകത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലതായിട്ട് വേവിക്കാൻ വെക്കാം. ഈ സമയം നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കണം. ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എല്ലില്ലാത്ത ചിക്കനാണ്. അതിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്ത് മാറിനേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വേവുകയും ചെയ്യാം, പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം. മാറിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരുന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിക്കനെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഇതിന് വേണ്ടിയ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഉള്ളി, ക്യാരറ്റും അതുപോലെ തന്നെ ഈ സ്പ്രിംഗ് ഒനിയനും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 വെജിറ്റബിൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് വെക്കുന്നത്. അപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ നെയ്യോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. ഓയിൽ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒരു അര മിനിറ്റ് 30 സെക്കൻഡ് ഇത് അനക്കാതെ തന്നെ വെച്ചേക്കുക. അപ്പം നമ്മുടെ മുട്ടയാണെങ്കിൽ ഒന്ന് കട്ടിയായി വരുന്ന സമയം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ചിക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ചിക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മുട്ട മതി. ഒരു 2 പ്ലേറ്റിനുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് ചിക്കിയതിന് ശേഷം ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഇനിയും നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. പിന്നെ 2-3 പച്ചമുളക് അരിഞ്ഞതൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് അരിഞ്ഞതൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്നും വേകുകയും കൂടുതൽ വഴറ്റുകയും ഒന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം ഒന്ന് ചുമ്മാ ഒന്ന് നമ്മുടെ ആ ഓയിലിനകത്തിൽ ആ ചൂടിനകത്തിൽ ഒന്ന് ചെറുതായി ചൂടായാൽ മതി. അല്ലാതെ ഈ വെജിറ്റബിൾസ് ഒന്നും കൂടുതലൊന്നും വഴണ്ടൊന്നും പോകണ്ട. ഇത് നമ്മൾ പകുതി ക്യാരറ്റും പകുതി സ്പ്രിംഗ് ഒനിയനുമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, ക്യാരറ്റും സ്പ്രിംഗ് ഒനിയനും ഒക്കെ. ചോറ് നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാവൂ കേട്ടോ. ഈ ചോറ് ഞാൻ കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ മുട്ടയും അതുപോലെ തന്നെ ക്യാരറ്റ്, സ്പ്രിംഗ് ഒനിയനും എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് കൂട്ടുന്നത് സോയാ സോസ് ആണല്ലോ. അപ്പോൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സോസും എല്ലാം എല്ലായിടത്തും ചേരുന്നത് പോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു സ്പൂണും ഒരു ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഞാനിതെല്ലാം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുക. ഇനി ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ സമയം നമുക്ക് പൊടിച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് പെപ്പർ അല്ല വൈറ്റ് പെപ്പർ കുരുമുളക്
പൊടിച്ചത് കിട്ടും. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറ് മാറാതെ തന്നെ നമുക്ക് കിട്ടും. ഇത് കൂടുതൽ ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ടാണ് കുറച്ച് കളറ് മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇച്ചിരി കൂടെ ഡാർക്ക് അല്ലാത്ത സോയാ സോസ് കിട്ടും. അതൊഴിച്ചാൽ കൊണ്ട് കുറേ കൂടെ ബ്രൈറ്റായിട്ടിരിക്കും നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇനി നമ്മൾ ബാക്കി വെച്ചിരുന്ന സ്പ്രിംഗ് ഒനിയനും ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഫ്രൈഡ് റൈസ് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചൂട് പോകുന്നതിന് മുമ്പേ ഫ്രൈഡ് റൈസ് കഴിക്കണം. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ചൂട് പോകുന്നതിന് മുമ്പേ കഴിക്കാനായിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഫുള്ള് വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നതിനും തരുന്ന സപ്പോർട്ടുകൾക്കൊക്കെ ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വീണ്ടും ഒരു ചെറിയ വിഭവമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി. കൊച്ചു വിഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കാണുകയും ഒക്കെ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.